ഓക്കെ, നമുക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 2017 LDC പരീക്ഷയ്ക്ക് ചോദിച്ച 10 ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. മാക്സിമം കാര്യങ്ങൾ നമ്മൾ പറയും, പെട്ടെന്ന് പറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എല്ലാവരും സഹകരിക്കുക. മാക്സിമം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ന് ബ്രെയിൻ സോണിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. ബ്രെയിൻ സോൺ PSC കോച്ചിങ് സെന്റർ ഓൺലൈൻ വഴിയാണ് ക്ലാസ്സുകൾ വരുന്നത്. പ്രധാനമായും ഗൂഗിൾ മീറ്റ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, നിലവിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പഠിക്കുവാൻ സെന്ററുകളിൽ പോയിരുന്ന് പഠിച്ചവരുടെയൊക്കെ പഠിത്തം ഏകദേശം നിലച്ച അവസ്ഥയിലാണ്. അപ്പം ബദൽ മാർഗം ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് കൊടുക്കുക മാത്രമല്ല, ആഴ്ചയിൽ 4 ദിവസം മെയിൻ ക്ലാസ്സും സബ് ക്ലാസ് ആയിട്ട് 2 ക്ലാസ് കൂടി വരുന്നത്. അത് വേണമെന്നുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് നിർബന്ധമില്ല. സബ് ക്ലാസ് എന്ന് പറയുമ്പോൾ തീരെ ബേസ് കാര്യങ്ങൾ തൊട്ട് പഠിപ്പിക്കുന്ന 2 അഡീഷണൽ ക്ലാസ്. ടോട്ടൽ 6 ഡേയ്സ് ഓഫ് ക്ലാസ് ആണ് ഞങ്ങൾക്ക് ഉള്ളത്. തുച്ഛമായ ഫീസിനാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത്. ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് നിങ്ങൾക്ക്, അതുപോലെ തന്നെ PDF കണ്ടന്റ് ചെയ്യുന്നതിന്റെ, നിങ്ങൾ അന്ന് പഠിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളുടെ PDF കണ്ടന്റുകൾ എന്ത് ചെയ്യപ്പെടും, നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. നോട്ടും കൈകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് വഴി എന്ത് ചെയ്യും, സെൻഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ചേരാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. 97 45 80 96 44 എന്നതാണ് എന്ത് കോൺടാക്ട് നമ്പർ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ശരി. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദി ഏത്? കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നദിയാണ് ഏത്? നെയ്യാർ. അപ്പൊ അതിനോടൊപ്പം തന്നെ പഠിച്ചോളണം, കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാലും ഏത് തന്നെയാണ്? നെയ്യാർ. കരമനയാറുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കരമനയാറ് കേരളത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ നെയ്യാറാണ്. കരമനയാറും തിരുവനന്തപുരം ജില്ലയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത്. കരമനയാറിന്റെ പോഷക നദിയാണോ കരമനത്തോട് എന്നൊരു സംശയം വരും. അല്ല, കരമനത്തോട് എന്നത് കബനിയുടെ പോഷക നദിയാണ്. കരമനത്തോട് എന്നത് കബനിയുടെ പോഷക നദിയാണ്. നെക്സ്റ്റ്, പെരിയാറിനെ കുറിച്ച് നമ്മൾ പറയാൻ നേരത്ത് നമ്മൾ 4 ഓപ്ഷനും നമ്മൾ ചർച്ച ചെയ്ത് പോകണം. പെരിയാറിനെ കുറിച്ച് പറയാൻ നേരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയെന്നും കേരളത്തിന്റെ ബ്രഹ്മപുത്ര എന്നും അറിയപ്പെടും. എന്തുകൊണ്ട് കേരളത്തിന്റെ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നു? കേരളത്തിന്റെ ബ്രഹ്മപുത്ര എന്ന് വിളിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്രയാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ബ്രഹ്മപുത്രയാണ്. പെരിയാറാണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവഗിരി മലയിലാണ് എന്ത് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏതിലാണ്? പെരിയാറിലാണ്. നെക്സ്റ്റ്, അപ്പൊ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ, വൈദ്യുത പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണെങ്കിൽ ജലസേചന പദ്ധതികൾ നിർമ്മിച്ചിരിക്കുന്നത് അത് ഭാരതപ്പുഴയിലാണ്. അത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയിലാണ്. അടുത്തത് ചാലിയാർ. ചാലിയാർ ആണെങ്കിലോ, ചാലിയാർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ചാലിയാറിന്റെ പ്രത്യേകത? കേരളത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ചാലിയാറാണ്. ചാലിയാറിന്റെ നീളം എത്രയാ? 169 കിലോമീറ്റർ. ചാലിയാറിന്റെ നീളം എത്രയാ? 169 കിലോമീറ്റർ. നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി എന്നറിയപ്പെടുന്ന ഏതാണ്? ചാലിയാറാണ്. കേരളത്തിലെ ആകെ നദികൾ എത്രയാണ്? 44 നദികളും ഉണ്ട് കേരളത്തിൽ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം കുറെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. LD പ്രിലിംസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖല. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് ഇന്ത്യയിലെ വിശേഷിപ്പിക്കാവുന്ന പർവ്വതനിര എന്ന് ചോദിച്ചാൽ അത് ഹിമാദ്രിയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ്, നംഗപർവ്വതം, കാഞ്ചൻജംഗ തുടങ്ങിയവയൊക്കെ ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാദ്രിയിലാണ്. ഹിമാലയത്തെ 3 തട്ടുകളായി തിരിക്കുന്നു: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏതൊക്കെയാ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഉത്തര പർവ്വത മേഖല അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം ഡിവൈഡഡ് ഇൻറ്റു 3 എന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയ, ഹിമാലയ, പൂർവാചൽ. ട്രാൻസ് ഹിമാലയ, പൂർവാചൽ. അങ്ങനെ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. കിട്ടിയല്ലോ? സംശയമില്ലല്ലോ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്ന മലനിര ചോദിച്ചാൽ ഏതാണ്? കാരക്കോറം മലനിര. മലനിര ചോദിച്ചാൽ ഏതാണ്ട് കാരക്കോറം മലനിരയിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഏത് മലനിരയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാരക്കോറം മലനിരയിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മൗണ്ട് കേട്ടുവിന്റെ ഉയരം എത്രയാണ്? 8611 മീറ്റർ ആണ് മൗണ്ട് കേട്ടുവിന്റെ ഉയരം. അതുപോലെ തന്നെ ട്രാൻസ് ഹിമാലയ, ഇത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. മൗണ്ട് കേട്ടു, കാരക്കോറം ഇതെല്ലാം ഏതിലാണ് സ്ഥിതി ചെയ്യുന്നത്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്ന ഏതാണ്? ഹിമാദ്രി ആണ്. ഓക്കെ, സംശയമില്ലല്ലോ? ഇല്ല. ഡൂണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സിവാലിക്കിലാണ്. എന്ത് കാണപ്പെടുന്നത്? ഡൂണുകൾ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സുഖവാസ കേന്ദ്രങ്ങൾ കാണപ്പെടുന്നത് ഹിമാചൽ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ് സംസ്ഥാനമല്ല, ഹിമാലയത്തിന്റെ ഒരു റീജിയൻ ആണ്, മധ്യഭാഗമാണ്. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലുള്ള പ്രദേശം ഏതെന്ന് ഇടയ്ക്കും മുറയ്ക്കും PS ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഏതാണ്? ഹിമാചൽ ആണ്.
അടുത്തത് ഡൽഹി സുൽത്താനേറ്റിലെ കാലഘട്ടത്തിന്റെ വംശങ്ങളുടെ ശരിയായ ക്രമത്തിൽ ചിട്ടപ്പെടുത്തുക. ഏതാണ്ടേ ഇതിന് ഉത്തരം അടിമ ഗിൽജി തുഗ്ലക് സെയ്ദ് വംശം. ഏതാണ്? അടിമ ഗിൽജി തുഗ്ലക് സെയ്ദ് വംശമാണ്. അക്കീതു സലോ എന്നൊരൊറ്റ കോഡണിൽ നമുക്കിത് പഠിച്ചെടുക്കാം. അക്കീതു സലോ അടിമ ഗിൽജി തുഗ്ലക് സെയ്ദ് ലോധി വംശം 1206 മുതൽ 1526 വരെ ഡൽഹി കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന രാജവംശമാണ് ഡൽഹി സുൽത്താനേറ്റ്. അടിമ വംശം അടിമ വംശം ഇൽബാരി വംശം എന്നറിയപ്പെടുന്നത് ഏതാണ്? അടിമ വംശമാണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇൽബാരി വംശം എന്നറിയപ്പെടുന്നത്. 1206 മുതൽ 1290 വരെ ഡൽഹി കേന്ദ്രമാക്കി ഭരിച്ചിരുന്നതാണ് ഏത്? അടിമ വംശം. അടിമ വംശം സ്ഥാപിച്ചത് ആരായിരുന്നു? കുത്തബുദ്ദീൻ ഐബക് ആയിരുന്നു എന്ത് സ്ഥാപിച്ചത്? അടിമ വംശം സ്ഥാപിച്ചത്. ഗിൽജി വംശമാണെങ്കിലോ 1290 മുതൽ 1320 വരെ ജലാലുദ്ദീൻ ഗിൽജി സ്ഥാപിച്ച വംശമായിരുന്നു ഗിൽജി വംശം. ഏറ്റവും കുറച്ചു കാലം ഡൽഹി സുൽത്താനേറ്റ് ഭരിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഗിൽജി വംശമാണ്. അടുത്തത് ഗിയാസുദ്ദീൻ തുഗ്ലക് സ്ഥാപിച്ച രാജവംശമായിരുന്നു ഏത്? തുഗ്ലക്. ഏറ്റവും കൂടുതൽ കാലം ഡൽഹി ഭരിച്ചതാരായിരുന്നു? തുഗ്ലക് ആയിരുന്നു. അതുപോലെ തന്നെ ഗിസർ ഖാൻ ആയിരുന്നു ഏത് വംശം സ്ഥാപിച്ചത്? സെയ്ദ് വംശം സ്ഥാപിച്ചത്. ഗിസർ ഖാൻ ആയിരുന്നു സെയ്ദ് വംശം സ്ഥാപിച്ചത്. ലോധി വംശമാണെങ്കിലോ ബഹ്ലോൻ ലോധി. ലോധി വംശം സ്ഥാപിച്ചത് ഏതാണ്? ബഹ്ലോൻ ലോധി. ഇന്ത്യ ഭരിച്ച അഫ്ഗാൻ വംശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലോധി വംശമാണ്. ഇന്ത്യ ഭരിച്ച അഫ്ഗാൻ വംശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ലോധി വംശമാണ്. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധി. ലോധി വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ആര്? ഇബ്രാഹിം ലോധി. അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന ഭരണാധികാരി ഇബ്രാഹിം ലോധി ആയിരുന്നു. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ സാമ്രാജ്യം മുഗൾ സാമ്രാജ്യം എന്ത് ചെയ്യപ്പെടുന്നത്? ഇവിടെ സ്ഥാപിക്കുന്നത്. മുഗൾ സാമ്രാജ്യം എന്ത് ചെയ്യുന്നത്? ഇവിടെ സ്ഥാപിക്കുന്നത്. ഓക്കെ, കിട്ടിയല്ലോ? സംശയമില്ല. ഓക്കെ, അടുത്തത് നാലാമത്തെ ചോദ്യം വളരെ പ്രശസ്തമായ ഒരു ചോദ്യമാണ്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ്. വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് ആര്? അവിടെ നിൽക്കട്ടെ. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാവായിരുന്നു കൃഷ്ണദേവരായർ. വിജയനഗരത്തിലെ രാജാവായിരുന്ന കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽ പെടുന്നു? ചോദ്യം. ഏത് രാജവംശത്തിലാണ് പെടുന്നത്? തുളുവ രാജവംശത്തിലാണ് പെടുന്നത്. ഏത് രാജവംശത്തിലാണ് പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് രാജവംശത്തിലാ? തുളുവ രാജവംശം. സംഗമ, സലുവ, തുളുവ, അരവിട് ഇതെല്ലാം എവിടെയാണ്? വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട രാജവംശങ്ങൾ ആണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ചോദിച്ചു കഴിഞ്ഞാൽ ഹരിഹരനും ബുക്കനുമാണ്. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹരിഹരനും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകർ. ഹംപി ആയിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം. റൂയിനഡ് സിറ്റി എന്നറിയപ്പെടുന്നത്, നശിച്ച നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത്, നശീകരിക്കപ്പെട്ട നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹംപി ആണ്. ഓക്കെ, കിട്ടി. ഏത് നദിയുടെ തീരത്താണ്? തുംഗഭദ്രയുടെ തീരത്താണ്. ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? തുംഗഭദ്രയുടെ തീരത്താണ്. കൃഷ്ണദേവരായരെ കുറിച്ച് പറയാൻ നേരത്ത് 2 പോയിന്റ് പഠിച്ചു വെച്ചോളണം. അഭിനവ ഭോജൻ എന്നും ആന്ധ്ര ഭോജൻ എന്നും അറിയപ്പെടുന്നു. എന്ത് പേരിൽ അറിയപ്പെടുന്നു? അഭിനവ ഭോജൻ എന്നറിയപ്പെടുന്നു, ആന്ധ്ര ഭോജൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഓക്കെ, കിട്ടിയല്ലോ. അഷ്ടദിഗ്ജനങ്ങൾ. അഷ്ടദിഗ്ജനങ്ങൾ ആരുടെ സദസ്യനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ സദസ്യരായിരുന്നു? പണ്ഡിത സദസ്സായിരുന്നു. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് ആയിരുന്നു. കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് ആയിരുന്നു. ഓക്കെ, കബനി നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്ന് ചോദിക്കും. ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരിയുടെ പോഷക നദിയാണ്. അടുത്തത് കബനി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കബനി ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിന്റെയാ? കാവേരിയുടെ പോഷക നദിയാണ്. കബനി ഏതിന്റെ പോഷക നദിയാ? കാവേരി. ഓക്കെ, തലൈക്കാവേരിയിലാണ്. കർണാടകത്തിലെ തലൈക്കാവേരിയിൽ എന്ത് ചെയ്യുന്നു? കാവേരി ഉത്ഭവിക്കുന്നു, ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. നർമ്മദ, സർദാർ സരോവർ അണക്കെട്ട്, സർദാർ വല്ലഭായ് പട്ടേലിന്റെ നാമധേയത്തിലുള്ള സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നർമ്മദ നദിയിലാണ്. കൃഷ്ണ ഈ നർമ്മദയും താപ്തിയും പതിക്കുന്നത് അറബിക്കടലിലും കൃഷ്ണയും കാവേരിയും പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലുമാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി, ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയ നദി ചോദിച്ചാൽ അത് ഏതുമാണ്? കൃഷ്ണയും ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് 9ാമത്തതാണ്. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് എന്ത് ചെയ്യുന്നത്? ചോദ്യമായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ഏതാണ് താഴെ പറയുന്ന ആണവ നിലയങ്ങളിൽ ശരിയല്ലാത്തത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടേ? താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൽപ്പാക്കം കർണാടകം, അതുപോലെ തന്നെ കൈഗ കർണാടകം. ഏതാണ് താഴെ പറയുന്നത് ശരിയല്ലാത്തതെന്ന് ചോദിച്ചാൽ കൽപ്പാക്കം കർണാടകം. കൽപ്പാക്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൽപ്പാക്കം തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൽപ്പാക്കം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്ടിലാണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്.
ഇന്ദിരാഗാന്ധി അറ്റോമിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൽപ്പാക്കമാണ്. താഴെ പറയുന്നവയിൽ ആണവ നിലയത്തിൽ ശരിയല്ലാത്തത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൽപ്പാക്കം കർണാടകമാണ്. കാരണം എന്താ? ഇതിൽ കൽപ്പാക്കം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൈക കർണാടകത്തിലാണ്, നറോറ ഉത്തർപ്രദേശിലാണ്, അതുപോലെ തന്നെ താരാപൂർ മഹാരാഷ്ട്രയാണ്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കൂടംകുളം ആണവ നിലയം. കൂടംകുളം ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ് കൂടംകുളം ആണവ നിലയം? തമിഴ്നാട്ടിലാണ്. കൂടംകുളം ആണവ നിലയം തമിഴ്നാട്ടിലാണ്. കൂടാതെ PSC ചോദിക്കുന്ന മറ്റൊരു ഏത് ജില്ലയിലാണെന്ന് ചോദിക്കും. ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാൻ നേരം നമുക്ക് ടെൻഡൻസി കന്യാകുമാരി ചെയ്യാനാണ്. എന്നാൽ കന്യാകുമാരി അല്ല, തിരുനെൽവേലിയിലാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുനെൽവേലിയിലാണ്. ഈ കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്ത സമര നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SP ഉദയകുമാർ ആണ്. കൂടംകുളം ആണവ നിലയത്തിനെതിരെ സമരം ചെയ്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? SP ഉദയകുമാർ ആണ് എന്ത് ചെയ്തത്? സമരം ചെയ്തത്. പഠിച്ചു വെച്ചിരിക്കണം, മറക്കരുത്. ഓക്കെ ഓക്കെ അതിനോടൊപ്പം തന്നെ പഠിച്ചു വെച്ചോളണം, ഈ കൂടംകുളം ആണവ നിലയത്തിന് സഹകരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിക്കും. അത് റഷ്യയാണ്. കൂടംകുളം ആണവ നിലയവുമായി സഹകരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? റഷ്യയാണ്. 1988 അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ആരൊക്കെ? മിഖായിൽ ഗോർബച്ചോവും രാജീവ് ഗാന്ധിയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് എന്ത് ചെയ്യുന്നത്? കൂടംകുളം ആണവ നില കരാർ. ഈ റഷ്യയുമായി സഹകരിക്കാൻ വേണ്ടി 1988 ആരൊക്കെ തമ്മിൽ? മിഖായിൽ ഗോർബച്ചോവും അതുപോലെ തന്നെ ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയും തമ്മിൽ ഒപ്പിട്ട കരാറാണ് കൂടംകുളം ആണവ നിലയ കരാർ എന്ന് എന്ത് ചെയ്യപ്പെടുന്നത്? അറിയപ്പെടുന്നത്. ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഹോമി ജെ ഭാഭയാണ്. ഇന്ത്യൻ ആണവ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭയാണ്. അപ്പൊ മറക്കരുത്, താരാപൂർ മഹാരാഷ്ട്ര, നറോറ ഉത്തർപ്രദേശ്, കൈഗ കർണാടകം, അതുപോലെ തന്നെ റാവത്പേട്ട എവിടെയാണെന്ന് ചോദിക്കും. രാജസ്ഥാനിലാണ്. റാവത്പേട്ട എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. ജയ്താംപൂർ ആണവ നിലയം മഹാരാഷ്ട്രയിലാണ്. ജയ്താംപൂരിന് സഹായം നൽകുന്ന രാജ്യം ഏതാ? ഫ്രാൻസ് ആണ്. ജയ്താംപൂരിന് സഹായം നൽകുന്ന രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. അങ്ങനെ പഠിച്ചു വെച്ചിരിക്കണം. കൂടംകുളത്തിന് സഹകരിക്കുന്ന അല്ലെങ്കിൽ സഹായം നൽകുന്ന രാജ്യം റഷ്യ. ഏതാണ്? അതിന്റെ സമര നായകൻ ഒരുപാട് തവണ ചോദിച്ചതാ. ഏതാണ്? SP ഉദയകുമാർ ആണ്. ഓക്കെ, കിട്ടിയല്ലോ. ശരി, നമ്മൾ 10ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ് ആണോ? പശ്ചിമ ബംഗാളാണോ? തമിഴ്നാടാണോ? മഹാരാഷ്ട്രയാണോ? എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പശ്ചിമ ബംഗാളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഇന്ത്യയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. രണ്ടാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബംഗ്ലാദേശാണ്. രണ്ടാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ബംഗ്ലാദേശാണ്. നമുക്ക് മാറിപ്പോകുന്ന രണ്ട് ചോദ്യങ്ങളാണ് യൂണിവേഴ്സൽ ഫൈബറും ഗോൾഡൻ ഫൈബറും. യൂണിവേഴ്സൽ ഫൈബറും അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫൈബറും സുവർണ്ണ നാര് ഏതെന്ന് ചോദിക്കും. അപ്പൊ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? പരുത്തിയാണ്. പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പരുത്തി തുണി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. പരുത്തി തുണി. ഓക്കെ, പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ചണമാണ്. ഗോൾഡൻ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സുവർണ്ണ നാര് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ചണമാണ്. അപ്പം ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന മഹാരാഷ്ട്രയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? മുംബൈയാണ്. കോട്ടണോപോളിസ് മുംബൈയാണ്. ഏറ്റവും കൂടുതൽ ഈ പരുത്തി തുണി മില്ലുകളൊക്കെ ഉള്ള എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ചണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചണം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന പശ്ചിമ ബംഗാളിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചണ ഫാക്ടറിയാണ് ഏത്? റിഷ്ര. 1856 ആദ്യത്തെ ചണ മില്ല് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഷ്രയിലാണ് സ്ഥാപിതമായത്. ഓക്കെ, കിട്ടിയല്ലോ? സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേപ്പർ മില്ലുകൾ ഉള്ള എവിടെയാണെന്ന് ചോദിച്ചാലോ അത് ഉത്തർപ്രദേശിലുമാണ്. നെക്സ്റ്റ്, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി 1954 ജവഹർലാൽ നെഹ്റുവും ഇദ്ദേഹവും ചേർന്നാണ് എന്തിൽ ഒപ്പുവെച്ചത്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ഒപ്പുവെച്ചായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട്? ചൗ എൻ ലായി ആണ് ഒപ്പുവെച്ചത്. 1954 പഞ്ചശീല തത്വങ്ങൾ, 5 തത്വങ്ങൾ അടങ്ങിയ ഒരു ഉടമ്പടിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറില്ല എന്നും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മറ്റൊരു രാജ്യം ഇടപെടില്ല എന്നൊക്കെയുള്ള കരാറാണ് ഏത്? 54 പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഒപ്പുവെച്ചത് ചൗ എൻ ലായിയും ജവഹർലാൽ നെഹ്റുവും. അതിനോടൊപ്പം ആ ഒരു കരാറൂടെ പഠിക്കണം, തഷ്കന്റ് കരാർ. തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ആരാണ്? 1966 ലാൽ ബഹദൂർ ശാസ്ത്രിയും
ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും. അതിനു മുമ്പ് 60-ൽ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച ആരൊക്കെയാണ്? 1960 സെപ്റ്റംബർ 19-ന് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവും ചേർന്നാണ് ഒപ്പുവെച്ചത്. 72-ൽ സുൽഫീഖർ അലി ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും ചേർന്ന് ഷിംല കരാറിൽ ഒപ്പുവെച്ചു. ഫോർമേഷൻ ഓഫ് ബംഗ്ലാദേശ്, കിഴക്കൻ പാകിസ്ഥാന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി പറയാം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ചൗവിൻലായി, സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് അയൂബ് ഖാനും ജവഹർലാൽ നെഹ്റുവും, തഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ചത് ലാൽ ബഹദൂർ ശാസ്ത്രിയും അതുപോലെ തന്നെ അയൂബ് ഖാനും. ഇതിന് മധ്യസ്ഥത വഹിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോസീഗിൻ. നെക്സ്റ്റ് ഷിംല കരാർ 1972-ലാണ് എന്ത് ഷിംല കരാർ വന്നത്. ഇന്ദിരാഗാന്ധിയും സുൽഫീഖർ അലി ഭൂട്ടോയും ചേർന്നാണ് എന്ത് ചെയ്യപ്പെട്ടത്? ഒപ്പ് വെച്ചത്. ഓക്കെ, അതത്രയും നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് എപ്പോഴും BSc ചോദിക്കുന്നതാണ് ബാങ്കുകളുടെ ബാങ്ക് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്ട് റിസർവ് ബാങ്ക് ആണ്. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബാങ്കുകളുടെ ബാങ്ക് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ പഠിച്ചു വച്ചിരിക്കണം കേട്ടോ, മറക്കരുത്. ഇത്തരം കാര്യത്തിലൊന്നും എന്ത് ചെയ്യപ്പെടരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറക്കരുത്. ഓക്കെ, ശരി. റിസർവ് ബാങ്ക് രൂപീകരിച്ച വർഷം അല്ലെങ്കിൽ 1935-ലാണ് എന്ത് വരുന്നത്? റിസർവ് ബാങ്ക് നിലവിൽ വരുന്നത്. ഇത് ദേശസാൽക്കരിക്കുന്നത് 1949-ലാണ്. റിസർവ് ബാങ്കുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3-4 കാര്യങ്ങൾ ബാങ്കുകളുടെ ബാങ്ക് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നിലവിൽ നമ്മൾ ആ കാര്യം അവിടെ നിൽക്കട്ടെ. നിലവിൽ എത്ര ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാലോ? 12 ദേശസാൽകൃത ബാങ്കുകളാണ് നിലവിലുള്ളത്. നിലവിൽ എത്ര ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12 ദേശസാൽകൃത ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശസാൽകൃത ബാങ്കാണ് ഏത്? SBI എന്നറിയപ്പെടുന്നത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായി ആരംഭിച്ച ബാങ്കാണ് ഏത്? നബാർഡ്. നബാർഡ്. ഇന്ത്യയിൽ ആകെ മൊത്തം എത്ര ദേശസാൽകൃത ബാങ്കുകളാണ് ഉള്ളത്? 12. ഏറ്റവും വലുത് SBI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക് ചോദിച്ചാലോ? ഏതാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ അത് PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്ക്. റിസർവ് ബാങ്കിലോട്ട് വരികയാണെങ്കിൽ 1935-ലാണ് എന്ത് സ്ഥാപിക്കുന്നത്? റിസർവ് ബാങ്ക് സ്ഥാപിക്കുന്നത്. ഇത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ. അല്ലെങ്കിൽ PSc കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചോദിക്കും, എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. ഇതിന്റെ മറ്റൊരു പേരാണ് എന്താണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞു തരാം. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ആണ്. 1935-ലാണ് സ്ഥാപിതമായത്. 1935-ൽ എന്ത് ചെയ്തു? സ്ഥാപിതമായി. SBI ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശസാൽകൃത ബാങ്ക്. നിലവിൽ എത്ര ദേശസാൽകൃത ബാങ്കുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 12 എണ്ണം ഉണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ബാങ്കുകൾ ദേശസാൽക്കരിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി. 1969-ലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ബാങ്കുകൾ ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ദേശസാൽകൃത ബാങ്ക് ചോദിച്ചാൽ PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ്. ഇത് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ലാലാ ലജ്പത് റായി ആണ് എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ തൊഴിലുറപ്പ് നിയമം. 10 ക്വസ്റ്റ്യനെ നമ്മൾ പഠിക്കുകയുള്ളൂ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ. എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്? 2005-ലാണ് പാസ്സാക്കിയത്. എന്നാ പാസ്സാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2005-ലാണ് പാസ്സാക്കിയത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നിലവിൽ വന്നത് എന്ന് ചോദിക്കും. തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന എന്ന് ചോദിച്ചാൽ അത് 2006. നിലവിൽ വന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 2006 ഫെബ്രുവരി 2-ാം തീയതി. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളിയിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. 2008-ന് കൊണ്ടൊരു പ്രത്യേകത, ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും തൊഴിലുറപ്പ് പദ്ധതി വന്നത് 2008-ലാണ്. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും എന്ത് വന്നത്? തൊഴിലുറപ്പ് പദ്ധതി വന്നത് 2008-ലാണ്. അടുത്ത 2009-ലോട്ട് വരാൻ നേരത്ത് ഇതിനോട് എന്ത് കൂട്ടിച്ചേർത്തു? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ത് ചെയ്യപ്പെട്ടു? കൂട്ടിച്ചേർത്ത് 2009. നഗരങ്ങളിൽ, കേരളത്തിലെ നഗരങ്ങളിൽ 2010 മുതൽ ഇത് അറിയപ്പെടാൻ തുടങ്ങിയത് അയ്യങ്കാളിയുടെ പേരിലാണ്. എന്ത് പേരിൽ? ആരുടെ പേരിൽ അറിയപ്പെട്ടത്? അയ്യങ്കാളി നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്നാണ് എന്ത് ചെയ്യപ്പെട്ടത്? അറിയപ്പെട്ടത്. അപ്പം ദേശീയ തൊഴിലുറപ്പ് നിയമം വന്നത് 2005-ലാണ്, മറക്കരുത്. ഓക്കെ, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ്? ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന റിസർവ് ബാങ്ക് ആണ്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ചൗവിൻലായി ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഓക്കെ, താഴെ പറയുന്ന ആണവ നിലയങ്ങൾ ശരിയല്ലാത്തത് എന്ന് ചോദിച്ചാൽ കൽപ്പാക്കവും കർണാടകവും. ഇതെവിടെയാ കൽപ്പാക്കം? തമിഴ്നാട്ടിലാണ്. ഓക്കെ, അതുപോലെ തന്നെ കബനിയുടെ പോഷക നദിയാണ് ഏത്? കബനിയുടെ പോഷക നദിയാണ് ഏത്?
കാവേരി. കാവേരിയുടെ പോഷക നദിയാണ് കബനി എന്ന് വേണം പറയാൻ കേട്ടോ. വിജയനഗര സാമ്രാജ്യത്തിലെ അത് തുളുവ. കൃഷ്ണദേവരായർ ഏത് രാജവംശത്തിൽപ്പെട്ടതാണ്? തുളുവ രാജവംശത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഡൽഹി സുൽത്താൻ ഈ ഭരണകാലഘട്ടത്തിലെ വംശങ്ങളുടെ ശരിയായ ക്രമം ഏതെന്ന് ചോദിച്ചാൽ അടിമ, ഖിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധി. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ഹിമാദ്രിയാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി കരമനയാർ, നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. പിടികിട്ടിയല്ലോ? ശരി. അപ്പം നിങ്ങൾ മറക്കരുത്, ചേരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം ബ്രെയിൻ സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക്. ശരി.